നമുക്കിതൊരു ഔപചാരികമായ യോഗമല്ല എന്ന് നിങ്ങൾക്കറിയാം. എത്രയോ കാലമായി എന്നെ നിങ്ങളിവിടെ കാണുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. എന്നാൽ ഇതിലൊരു ചെറിയൊരു വേദന ഉണ്ടാക്കുന്ന ഒരു അംശം ഷീല ചേച്ചിയോടെ പറഞ്ഞു. 25ാമത്തെ കൊല്ലത്ത് പുരസ്കാരം ആർ രാജഗോപാലിന് നൽകിയത് അവസാനിപ്പിക്കുകയാണ് എന്ന്. അതെന്തായാലും നമ്മൾ അനുവദിക്കില്ല. ചേച്ചിയോടത് ഞാൻ നേരത്തെ തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നു. ശാരീരികമായ ചില അസ്വസ്ഥതകളൊക്കെ ചേച്ചിക്ക് ഇപ്പോൾ ജീവിതത്തിലുണ്ട്. ഇത് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടുപിടിച്ചൊരു ചെറിയ വഴിയെന്ന് പറയുന്നത്, നിങ്ങൾക്ക് പത്തനാപുരം ഗാന്ധിഭവൻ അറിയാം. ഇപ്പൊ ഗാന്ധിഭവൻ സമൂഹത്തിന്റെ മുഖ്യധാരയിലുണ്ട് പല രീതിയിൽ. അപ്പൊ ഈ പുതുപ്പള്ളി രാഘവൻ എന്ന വലിയ മനുഷ്യന്റെ പേരിലുള്ള പുരസ്കാര സമ്മേളനം അടുത്ത കൊല്ലം മുതൽ ഗാന്ധിഭവനിൽ സംഘടിപ്പിക്കും എന്നുള്ളത് ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പുല്ലൂർ സോമരാജൻ എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയോടുള്ള എൻ്റെ ഒരു സ്വാതന്ത്ര്യം കൂടി ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ, നാവിൽ നിന്ന് തന്നെ നിങ്ങളത് കേൾക്കും. ഒരുപക്ഷെ ചേച്ചിക്ക് ചില പരിമിതികൾ ഉണ്ടാകാനുള്ള സാധ്യത ചേച്ചി മുന്നിൽ കാണുന്നു. അതുകൊണ്ടായിരിക്കാം ചേച്ചി അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചേച്ചിയുടെ മകൻ കണ്ണനും അതുപോലെ ശോഭയുടെ മകൾ ഗാർഗിയും അവരുടെയൊക്കെ ഒരു നെയിംസേക്ക് സാന്നിധ്യമായാൽ പോലും ഈ അച്ഛൻ്റെ പേര് പുതിയ തലമുറയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ, ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പുല്ലൂർ സോമരാജൻ അതിനൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഞാനതിൽ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാകണം പല രീതിയിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനതൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ അവിടെ ഉണ്ടാകും. എല്ലാ കാര്യത്തിനും ഞാൻ മുന്നിലുള്ള ആൾക്കാരെ കൂടെ ഉണ്ടാകും. അതൊന്നും പ്രശ്നമാക്കണ്ട. ഷീല ചേച്ചിയും ഇതിൻ്റെ ട്രസ്റ്റും അതിനും നിങ്ങളും എല്ലാവരും അതിനൊരു അനുവാദം കൊടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതേ ദിവസം പത്തനാപുരം ഗാന്ധി ഭവനിൽ ഇത് അതിവിപുലമായി സംഘടിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ കൂടിയ ആൾക്കാർ പത്തനാപുരം വരെ ഒന്ന് സഞ്ചരിക്കണം എന്ന് മാത്രമാണ്. വല്ലപ്പോഴും നിങ്ങൾക്ക് ഇവിടെ ഈ സ്മൃതി മണ്ഡപത്തിൽ വരികയും ചെയ്യാം. അപ്പം ഷീല ചേച്ചി അതിനകത്ത് മറ്റൊന്നും വിചാരിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപക്ഷെ ഒരു വിപ്ലവകാരി എന്നതിനപ്പുറം പുതുപ്പള്ളി രാഘവൻ എന്ന വ്യക്തി എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള കുറച്ച് ആളുകളിൽ ഒരാളാണ് ഞാൻ. ആ വീട്ടിലെപ്പോഴും കടന്നു ചെല്ലാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പിൽക്കാല മാധ്യമ ജീവിതത്തിലൊക്കെ തന്നെ ഒരുപാട് സ്വാധീനം ഇദ്ദേഹത്തെ പോലെ ആളുകൾ ചെലുത്തിയിട്ടുണ്ടെന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയും. ഞാനൊരു സന്ദർഭം പറയാം. അത് പിന്നീട് എന്നെ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് കൂടി ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ അച്ഛൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. എൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ ഞാൻ ലോകത്ത് ഒരച്ഛനെ ഞാൻ അച്ഛന്ന് വിളിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ MA ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ശോഭ. അങ്ങനെ ഞങ്ങളെപ്പോഴും ജയദേവനും ഞാനും അംബേദ്കറും ഒക്കെ ഈ വീട്ടിലേക്ക് എപ്പോഴും കടന്നു ചെല്ലാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് വീട്ടിലേക്ക് വന്ന് അപ്പോൾ വാതിൽ ചാരിയിട്ടിരിക്കുക, അച്ഛൻ്റെ മുറിയുടെ വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു. ഞാനത് എൻ്റെ സ്വാതന്ത്ര്യം കൊണ്ട് ഞാനത് തള്ളി തുറക്കുമ്പോൾ അവിടെ ഇരിക്കുന്നത് PK വാസു നായരും DC കിഴക്കേ മുറിയും C അച്യുതമേനോനുമാണ്. അച്യുതമേനോൻ എന്നെ ഒന്ന് നോക്കി. കാരണം ഔചിത്യബോധമില്ലാതെ ഒരാൾ വാതിൽ വന്ന് തട്ടുക പോലും ചെയ്യാതെ തുറന്നു. ഈ വീട്ടിൽ എനിക്ക് തട്ടേണ്ട ആവശ്യമില്ല എന്നറിയാമെങ്കിലും അദ്ദേഹത്തിനത് അറിയാമായിരുന്നില്ല. അപ്പോൾ PKവിയും ഒന്ന് നമ്പരെന്നു. DCക്ക് എന്നെ മുഖപരിചയമുണ്ട് താനും. ഞാനന്ന് ടെലിവിഷനിലൊന്നും വന്നിട്ടില്ല. ഇത് അപ്പോൾ അച്ഛൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, മോൻ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കസേരയിൽ എന്നെ പിടിച്ചിരുത്തി. അവർ സംസാരിക്കുന്നതൊക്കെ കേരള രാഷ്ട്രീയത്തിലെ വളരെ അവഗാഹം വേണ്ട വിഷയങ്ങളാണ്. അതിലൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നതുമല്ല. എനിക്ക് അഭിപ്രായം പറയാനുള്ള ധൈര്യവും അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്നെ ഈ ചർച്ചയിലുടനീളം എന്നെ അവരിൽ ഒരാളായി കൂട്ടി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അവരിറങ്ങി പോകുന്നവരെയും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഞാൻ ഈ നമ്മൾ തമ്മിൽ പോലെയുള്ള പരിപാടികൾ ഏഷ്യാനെറ്റിൽ അവതരിപ്പിക്കുമ്പോൾ എത്ര വലിയ ആളുകൾ വന്ന് ഈ ഗസ്റ്റിൻ്റെ കസേരയിൽ ഇരുന്നാലും അവരെ തൊട്ടടുത്തിരിക്കുന്ന ശങ്കരപ്പിള്ള ചേട്ടനെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യണം
എന്നെ പ്രേരിപ്പിച്ചൊരു സംഭവം ഇതായിരുന്നു. കാരണം ഞാൻ നോക്കുമ്പം അടുത്തിരിക്കുന്ന സാധാരണ മനുഷ്യനും ഈ VIP സെലിബ്രിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാൾ ജീവിതത്തിൻ്റെ ഭാഗ്യാംശം കൊണ്ടോ കഠിനാധ്വാനം കൊണ്ടോ ആളുകൾ അറിയുന്ന ഒരു വ്യക്തിയായി മാറി, മറ്റൊരാൾ കുന്താലി ഇളക്കാൻ പോയതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജനങ്ങളെ വളരെ തുല്യതയോടെ കാണണം എന്നുള്ള ആ ഒരു ചിന്ത എന്നെ വല്ലാതെ പഠിപ്പിച്ചു തന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല ഒരു മകനെ പോലെ എന്നെ സ്നേഹിച്ചതുമൊക്കെ അദ്ദേഹമായിരുന്നു. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഇങ്ങനെയുള്ള ആളുകൾ ജീവിച്ച കാലത്ത് നമുക്കൊക്കെ ജീവിക്കാൻ പറ്റിയെന്നുള്ളത് തന്നെ വലിയ പുണ്യമാണ്. വാക്കും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമില്ലാതെ ജീവിച്ച ഒരു വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. ഞാൻ ഒരുപാട് വിവരക്കേടുകൾ അദ്ദേഹത്തോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഔചിത്യക്കേട് കൊണ്ടൊക്കെ തന്നെ. അപ്പോഴെല്ലാം അച്ഛൻ എത്രയോ ഉയരത്തിലാണ് നിൽക്കുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന വാക്കുകൾ അദ്ദേഹം എന്നിലേക്ക് ചൊരിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും സമൂഹത്തിലെ കാഴ്ചപ്പാടുകളിലൊക്കെ തന്നെ ഒരുപാട് അവഗാഹമുണ്ടാക്കുകയും ചെയ്ത ഒരു മനസ്സായതുകൊണ്ട് അദ്ദേഹത്തിന് വേറൊരു നിലപാടും വേറൊരു ചിന്തയുമായിരുന്നു ജീവിതത്തിലെന്നും അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ നിത്യനീതി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അപാരമായ വിപുലമായ പുസ്തകശേഖരം കണ്ടിട്ട് ഇത്രയൊക്കെ പുസ്തകം വായിച്ചിട്ട് രാഘവൻപിള്ള എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇത്രയും പുസ്തകം വായിച്ചതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയത് എന്ന്. എനിക്ക് അത് നന്നായി മനസ്സിലായി എന്താണ് അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്ന്. ഒരുപക്ഷെ കുറേ കാലം കഴിഞ്ഞ് തോപ്പിൽ പാസി എന്ന മനുഷ്യൻ്റെ അടുത്ത് ഞാൻ പോകാനൊരു സാഹചര്യം ഉണ്ടായി. റേഡിയോയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം റേഡിയോ നാടകോത്സവത്തിൻ്റെ നാടകം എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നാടകം എഴുതി തരാമെന്ന് പറഞ്ഞ് എൻ്റെ ധാരണ അദ്ദേഹം നാടകം എഴുതിക്കൊണ്ടേയിരിക്കുകയെന്നായിരുന്നു. അപ്പോൾ നാടകം പ്രക്ഷേപണം ചെയ്യാൻ ഒരു 2 ദിവസം ബാക്കിയുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തെ രാവിലെ വിളിച്ചു. നമ്മുടെ നാടകം പൂർത്തിയായോ, നാളെയെങ്കിലും റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഞാനൊരു പുല്ലും എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അടുത്ത വണ്ടി പിടിച്ച് തോപ്പിൽ പാസിയുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഈ കുണ്ടച്ചിറ ബാബു എന്ന് പറയുന്ന ആളാരാണ്? അപ്പോൾ ഞാനൊന്ന് അമ്പരന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരാളില്ല, കൊല്ലം SN കോളേജിൽ മലയാളം പ്രൊഫസറുണ്ട്, അത് കണ്ടച്ചിറ ബാബു സാറാണ് എൻ്റെയൊക്കെ അധ്യാപകന്. അയാളുടെ ഒരു നാടകം ഞാൻ ഇന്ന് റെഡി കേട്ടു. ഈ കുണ്ടച്ചിറ ബാബു കഴിയുന്നിടത്ത് തോപ്പിൽ പാസിക്ക് എന്ത് കാര്യം എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. വളരെ പരുഷമായി തന്നെ ചോദിച്ചു. അദ്ദേഹം ഒരു അക്ഷരവും എഴുതിയിരുന്നില്ല. ഞാനാകെ തകർന്നുപോയി. കാരണം ഞാൻ എൻ്റെ ഡയറക്ടറോട് ഒരു കള്ളം പറഞ്ഞിരുന്നു, ഈ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടി, അത് നാളെ റെക്കോർഡ് ചെയ്യാനിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അയാളാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ റേഡിയോ നിലയങ്ങളിലും ജോലി ചെയ്ത് പരിചയമുള്ള ആളാണ്. എപ്പോഴും ട്രാൻസ്ഫർ 10 ദിവസം ഒരു റേഡിയോ നിലയത്തിൽ കാണും. അപ്പോൾ ഒരു പെട്ടി തയ്യാറാക്കി വെച്ചിരിക്കുക പുള്ളി. മിക്കവാറും ഇത് എൻ്റെ പെട്ടി പൂട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ട്രെയിനൊക്കെ കയറി തിരിച്ച് ചെന്ന് തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എൻ്റെ 2 വീലറിൽ ഇങ്ങനെ പോകുമ്പോൾ എടപ്പഴഞ്ഞിലെ മീൻ മാർക്കറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല ഞാൻ തെറ്റിയടിച്ച് റോഡിൽ വീണു. എൻ്റെ മെഡിലോ ഒബ്ലങ്കേട്ട റോഡിലടിച്ചിട്ട് ഞാൻ അവിടെ 2-2.5 മണിക്കൂറോളം കിടന്നു. ആരോ മീൻവെള്ളം കുടഞ്ഞുകൊണ്ട് ഞാൻ ഒരു 6 മണിയായപ്പോൾ ചാടി എണീറ്റതാണ്. എന്നിട്ട് അതിനടുത്തായിരുന്നു ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് തോപ്പിൽ പാസിയോടൊരു കാര്യം പറഞ്ഞു. ഞാൻ അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, ആ മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് തെറ്റിയോന്നാണ് എനിക്കിപ്പോൾ സംശയം എന്ന് പറഞ്ഞു. അതാരാന്ന് ചോദിച്ചു. പുതുപ്പള്ളി രാഘവൻ ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ തോപ്പിൽ പാസി പെട്ടെന്ന് ഷേക്കായതുപോലെ എനിക്ക് തോന്നി. അയാളെ പുതുപ്പള്ളി എങ്ങനെ അറിയും? അതൊക്കെ ഞാൻ പിന്നീട് പറയാം, എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാതിലൊക്കെ അടച്ച് ഇറങ്ങിപ്പോന്നു. പിന്നീട് ഞാൻ അതിന് മധുരതരമായി അത് പകരം വീട്ടി ഞാൻ തോപ്പിൽ പാസിയോട്. അത് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഞെട്ടും. അത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വാസിച്ചേട്ടൻ അന്ന് ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കും. ഈ നാടകത്തിൻ്റെ സംഗീതം മാത്രം അറിയാവുന്ന ഒരാളെ കൊണ്ട് നാടകം ഒഴിക്കുന്ന ഒരു പ്രക്ഷേപണ മാധ്യമത്തിൽ തോപ്പിൽ പാസിയെ പോലെ രചനാ വൈഭവമുള്ള ഒരാളിൻ്റെ പ്രസക്തി എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യം അർഹതപ്പെട്ട ചോദ്യം തന്നെയാണ്. പിന്നീട് ഞാൻ അറിയുന്നു, ഒരുപാട് കാലം ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടെ എനിക്ക് യാതൊരു വിഷമം ഉണ്ടായിട്ടില്ല. ഒളിവിലെ ഓർമ്മകളിലൊക്കെ തന്നെ എങ്ങനെയാണ് തോപ്പിൽ പാസി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കയറി വന്നത് എന്നൊക്കെ അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പുതുപ്പള്ളിയുടെ ഒരുപക്ഷെ സ്നേഹ സമ്മർദ്ദങ്ങളില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ വരുമായിരുന്നില്ല. അങ്ങനെ എത്രയോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞാനെല്ലാം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് എനിക്കൊരു എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു തറവാട്ടിൽ നടക്കുന്ന ഒരു ചെറിയൊരു ഫംഗ്ഷനാണ്. ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ എൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിലേക്ക് കൊല്ലം ശ്രീനാരായണ കോളേജിന് വലിയ സ്വാധീനമുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ അന്ന് കണ്ടുമുട്ടിയവർ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നമ്മൾ പഠിക്കുന്ന കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ,
അത് ആ കൂട്ടുകാരായിരിക്കും ഇന്നും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുക. പിന്നീട് ഈ മേൽവിലാസം അറിഞ്ഞ് വരുന്നവരൊക്കെ തന്നെ ഇടയ്ക്കിറങ്ങിപ്പോകുന്നവരായിരിക്കും മിക്കവാറും. ഇടയ്ക്കിറങ്ങി പോകാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ പള്ളിക്കൂടത്തിലും കോളേജുകളിലൊക്കെ നമ്മുടെ കൂടെ പഠിച്ചത്. അതൊക്കെ എന്നെ പലപ്പോഴും ബോധ്യപ്പെടുന്നതാണ്. ഈ പാപ്പൻ സാറും അതുപോലെ പുതുപ്പള്ളി അച്ഛനും ഒക്കെ എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആ സ്വാധീന വലയം ത്തിൻ്റെ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഈ പുരസ്കാരം ഇവിടെ നിർത്തരുത് എന്ന്. അത് ഷീല ചേച്ചിയും ശോഭയും സതീശനും ഒക്കെ അടങ്ങുന്ന ട്രസ്റ്റ് അതങ്ങനെ തന്നെ തീരുമാനിക്കണം. പുതിയ തലമുറയ്ക്ക് അത് വിട്ടുകൊടുക്കണം. മാത്രമല്ല, എനിക്ക് ഈ വളരെ ആത്മബന്ധമുള്ളൊരു സ്ഥാപനമാണ് പത്തനാപുരം ഗാന്ധി ഭവൻ എന്നുള്ളത്. ഗാന്ധി ഭവനെ അവിടെ ആദ്യകാലം മുതലേ തന്നെ അറിയുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ ഏതാണ്ട് ചിലപ്പോഴൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യം കൂടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ സോമരാജനോട് ഈ കാര്യം വളരെ സ്വാതന്ത്ര്യത്തോടെ ആവശ്യപ്പെടുന്നു. അദ്ദേഹം വളരെ കൃതജ്ഞനായതുകൊണ്ടും ഒക്കെ അദ്ദേഹം അത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രകാശ് ബാബു സാറൊക്കെ എന്നെ പഠിപ്പിച്ചുള്ള അധ്യാപകൻ കൂടിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങളൊരേ നാട്ടുകാരാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും എൻ്റെ അധ്യാപകരായിരുന്നു. അവരുടെ പെറ്റായ വിദ്യാർത്ഥിയായിരുന്നു ഞാനെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ വീട്ടിലെപ്പോഴും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എനിക്കുണ്ട്. എന്നോടുള്ള സൗഹൃദം കൊണ്ട് പ്രകാശ് ബാബു സാറിന് CPയിൽ അത്യാവശ്യം കുഴപ്പമൊക്കെ ഉണ്ട് താനും. കാരണം എൻ്റെ ചാനലിൽ എന്തെങ്കിലും വാർത്ത പോയാൽ അത് പ്രകാശ് ബാബു സാറിൻ്റെ തലയിലെഴുത്തായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറുന്നത് ഞാൻ കാണുന്നു. എനിക്കത് വരുമ്പോൾ സന്തോഷമാണ്. കാര്യം അങ്ങനെയെങ്കിലും ആൾക്കാർ പ്രകാശ് ബാബു സാറിനെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇനി രാജഗോപാലിനെ കുറിച്ചാണ്. ദ ടെലഗ്രാഫ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ എഡിറ്ററായി കുറേ കാലം രാജഗോപാൽ പ്രവർത്തിക്കുകയും ഈ അടുത്ത കാലമാണ് രാജഗോപാൽ ഇറങ്ങിയത്. ഒരുപാട് ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിൽ ഉയരങ്ങളിൽ തന്നെ സ്ഥാനം ഉണ്ടായിരുന്നു. ഇപ്പം എക്കണോമിക് ടൈംസിലും അതുപോലെ ഇന്ത്യ ടുഡേയിലും ബിസിനസ് സ്റ്റാൻഡേർഡിലും ഒക്കെ രാജഗോപാലിൻ്റെ പേര് നമ്മൾ കണ്ടു. ഒരുപക്ഷെ ഗീതാ നസീർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ മാധ്യമ ലോകം എന്ന് പറയുന്ന വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലമാണ്. അതിലെ മാധ്യമങ്ങൾ എന്തിനാണ് എന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികളുള്ള ഒരു കാലമാണ് ഇത്. അപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ തന്നെ മിക്കവാറും മാധ്യമങ്ങളൊക്കെ തന്നെ തലകുനിച്ച് അറ്റൻഷൻ അടിച്ചു കഴിഞ്ഞു. ED ആയാലും UD ആയാലും അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ജീവിതത്തിൻ്റെ സൗകര്യം കുറച്ചുകൂടി ആസ്വദിക്കാൻ മാനേജ്മെൻറ്റുകൾ പലപ്പോഴും തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാകാം ചില മലയാളി മാധ്യമപ്രവർത്തകർ മാത്രം ഡൽഹി കേന്ദ്രീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരാളാണ് R. രാജഗോപാൽ. പേയാട് നിന്ന് ഒരു ശബ്ദം അങ്ങ് ഇന്ത്യ മുഴുവൻ കേൾപ്പിക്കാൻ രാജഗോപാലിന് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. പേയാടാണ് രാജഗോപാൽ ജനിച്ചത്. ഈ പേയാടാണ് ഏഷ്യാനെറ്റിൻ്റെയൊക്കെ ഓഫീസ്. അതുകൊണ്ട് ഈ പേയാടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു ആത്മബന്ധമുണ്ട്. നിങ്ങൾക്ക് അറിയുമായിരിക്കും, മധുസാർ തുടങ്ങിയ ഒരു ഉമാ സ്റ്റുഡിയോ ആണ് ഈ പുളിയറക്കോണത്ത് ഏഷ്യാനെറ്റായി പിന്നീട് പരിണമിച്ചത്. ഞാനൊരിക്കൽ മധുസാറിനോട് ചോദിച്ചു, മധുസാറെ, സാറ് തുടങ്ങിയ സ്റ്റുഡിയോയിൽ തുടങ്ങി ഏഷ്യാനെറ്റ് സ്റ്റാർ ടെലിവിഷൻ അടിച്ചുകൊണ്ട് പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, മകളെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ അന്വേഷിച്ച് ചെല്ലേണ്ട കാര്യമില്ലല്ലോ എന്ന് അദ്ദേഹം എന്നോട് മറുപടിയും പറഞ്ഞു. അപ്പോൾ അതേ പേയാട് നിന്നാണ് രാജഗോപാലിൻ്റെ കയറ്റം. മാത്രമല്ല രാജഗോപാൽ ഇട്ട ടൈറ്റിലുകളൊക്കെ തന്നെ ഇന്ത്യയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സ്വേച്ഛാധിപത്യം കാട്ടുന്ന ഭരണ സംവിധാനത്തോട് എപ്പോഴും കലഹിച്ച് നിൽക്കാൻ താല്പര്യം കാണിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ്. അതിനൊരു അല്പം ധൈര്യം പോരാ എന്ന് ഞാൻ മാധ്യമത്തിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പറയും. ഇവരൊക്കെ ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും എന്നുകൂടി തിരിച്ചറിയുക. നമ്മൾ ഓർക്കാപ്പുറത്ത് എന്തും സംഭവിക്കാം. ഇവരോടൊക്കെ നമുക്ക് ഏറ്റുമുട്ടാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ അതൊന്നും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ ചിലപ്പം ഷെയ്ക്ക് ചെയ്ത് കളയും. അത് നമ്മുടെ സമാധാനം എന്നത് ചിലപ്പോൾ ഇവർ കെടുത്തി കളഞ്ഞു കാര്യം ഇവരൊരു സംഘടിത ശക്തിയാണ്. സംഘബലം കൊണ്ട് അവർ നമ്മളെ നേരിട്ട് വന്ന് വരും. ഈ ഉത്തരേന്ത്യയിലെ മിക്കവാറും സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ED കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കടന്നുകയറ്റമൊക്കെ തന്നെ താങ്ങാൻ പറ്റാത്ത ഒരുപാട് മാനേജ്മെൻറ്റുകൾ പത്തി മടക്കിയിട്ടുമുണ്ട്. അപ്പം രാജഗോപാലിനെ പോലെയുള്ള ചില ആളുകൾ ആലോചിക്കുന്നു, ഇപ്പോൾ ജേർണലിസ്റ്റിന് എപ്പോഴും രണ്ട് വഴിയുണ്ട്. ഒന്നുകിൽ നന്മ നിറഞ്ഞ വെളിച്ചമുള്ള രാജപാതയിലൂടെ സഞ്ചരിക്കുക, അതല്ലെങ്കിൽ കാരമുള്ളകൾ നിറഞ്ഞ ചെളിക്കുണ്ടിൽ വീഴുക. എന്ന് വെച്ചാൽ അത്യാവശ്യം പണമൊക്കെ ഒപ്പിക്കുക, കൈകൂലി വാങ്ങിക്കുക. തിരുവനന്തപുരത്ത് തന്നെ കുറേ പത്രപ്രവർത്തകരൊക്കെ ഉണ്ട്. അവർ ഈ ട്രാൻസ്ഫർ, പോസ്റ്റിങ്, മന്ത്രിമാരെ സ്വാധീനിക്കുക, ഇതൊക്കെ ജീവിതവൃതമാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. കാര്യം അതും ഒരു മാധ്യമപ്രവർത്തനമാണ്. സ്വദേശാമാനി രാമകൃഷ്ണയുടെ കാര്യം അവരും ചിലപ്പം ഈ തമ്പാനൂരൊക്കെ എന്ന് പറയുന്നത് കേട്ടുണ്ടാവും. അവർ പറയുന്നത് ഏത് രാമകൃഷ്ണപിള്ളയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ നമ്മൾ പറയുന്ന സ്വദേശാമാനി രാമകൃഷ്ണപിള്ള ഈശ്വരൻ തെറ്റ് ചെയ്താലും അത് പത്രത്തിൽ എഴുതുമെന്ന് പറയുന്ന വക്കം അബ്ദുൽ ഖാദർ നടത്തിയ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു നമുക്കറിയാം. ഒരുപക്ഷെ ഈ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ് ഒരു പരിധിവരെയെങ്കിലും ഇത്തരം തിരത്തള്ളലിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നത് എന്നുകൂടി ഞാൻ പറയാം. കാരണം ദക്ഷിണേന്ത്യയിലെ ചില പത്രങ്ങളും കേരളത്തിലെ മിക്ക മാധ്യമങ്ങൾക്കും ഒക്കെ തന്നെ വലിയ സമ്മർദ്ദങ്ങളിൽ ഇപ്പോഴും നേരിടാൻ പറ്റുന്നുണ്ട്. ഈ നാലാമത്തെ തൂണിൻ്റെ റോള്
അവർ വഹിക്കുന്നുണ്ട് പലരും എന്ന് ഞാൻ പറയുന്നു. ഞാനത് ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ ഒരാളോ മാത്രം വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഒരു സംഘടിതമായ യത്നം കേരളത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുവൻ മുഖമിടിച്ചു വീണാൽ അവനെ ആശ്വസിപ്പിക്കാൻ കൈകൾ ഉണ്ടാകുന്നില്ല എന്നത് ഇപ്പോൾ കേരളത്തിലെ മാധ്യമരംഗത്തെ ഒരു സാധാരണ കാഴ്ചയായി മാറിയിട്ടുണ്ട്. രാജഗോപാൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ വാക്കും പ്രവൃത്തിയും ഒന്നിച്ച് തന്നെ പോകണമെന്ന് പുതുപ്പള്ളി വിശ്വസിച്ചതുപോലെ ഉള്ള ഒരാളിൻ്റെ പ്രതീകമാണ്. നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയാവുന്ന ദേശീയ തലത്തിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൽ എഴുതുന്ന ആളുകൾക്ക് അവർക്കൊരു ഇൻ്റർനാഷണൽ ഡയമെൻഷൻ കിട്ടുക സാധാരണമാണ്. അത്തരം ഒരു അന്തർദേശീയ ഡയമെൻഷൻ കിട്ടിയ ഒരു ദേശീയ പത്രത്തിൽ വളരെ കാലം പണിയെടുക്കുകയും തൻ്റെ പേനത്തുമ്പിൽ വരുന്നതൊക്കെ തന്നെ ഇത്തരം സ്വേച്ഛാധിപതികളുള്ള കലകമാണെന്ന് ജനങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്ത ഒരു മലയാളി എന്നുള്ള നിലയിൽ നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും, രാജഗോപാൽ എന്ന് പറയുന്നയാൾ എല്ലാവിധമായ ആർഭാടങ്ങൾക്കും അപ്പുറം പത്രപ്രവർത്തനം വെച്ച് നീട്ടുന്ന എല്ലാവിധമായ സൗകര്യങ്ങൾക്കപ്പുറം കിടന്ന ഒരു യഥാർത്ഥ കമ്മിറ്റഡ് ജേർണലിസ്റ്റാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ സാമൂഹിക കാഴ്ചപ്പാടുമാണ് ഒരുപക്ഷെ ഈ പുരസ്കാരം നേടാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്. ഞാനൊരിക്കൽ ശോഭയ്ക്കൊരു ജോലി വാങ്ങിച്ചു കൊടുത്തൂടെ എന്ന് പുതുപ്പള്ളി അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് PKV മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എപ്പോഴും PKVയുടെ വരുന്നത് ഒരു വാക്ക് പറയണം. അപ്പോൾ അന്ന് പുതുപ്പള്ളി അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാചകം എൻ്റെ ചെവിയിൽ ഇങ്ങനെ അലതല്ലുകയാണ്. നിൻ്റെ തലമുറയ്ക്ക് ഞങ്ങളെയൊന്നും മനസ്സിലാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒളിത്താവളങ്ങൾ ജീവിക്കുകയും പോലീസ് വിലങ്ങുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിയൊളിക്കുകയും പിന്നീട് തടവറകളിൽ വർഷങ്ങളോളം കിടക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്തുചാടുകയൊക്കെ ചെയ്ത ഒരു പ്രക്ഷോഭകൻ്റെ മനസ്സ് എനിക്ക് സ്വന്തമാക്കാനുള്ള അനുഭവ സമ്പത്ത് എനിക്കില്ല എന്ന് ഞാൻ ആദ്യം തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു അന്ന്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പത്രപ്രവർത്തകരിൽ ഒരാൾ കൂടിയാണ് രാജഗോപാൽ. ഈ പുരസ്കാരം, പുതുപ്പള്ളി അച്ഛൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിൽ എനിക്ക് അത്യന്തം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. രാജഗോപാലിൻ്റെ മുക്തകണ്ഠമായ ഹൃദയം നിറഞ്ഞ സ്നേഹവായ്പോടെയുള്ള ആശംസകൾ നേരുന്നു. നമ്മൾ ഈ പുരസ്കാര സമ്മേളനത്തിനായി അടുത്ത വർഷവും ഒന്നിച്ചു കൂടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.